പാപത്തെക്കുറിച്ച് കുറ്റബോധമുള്ളവരായി ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റബോധം ഇറക്കി വെക്കാവുന്ന ഒരിടമുണ്ട്. അത് കാൽവറിയിലെ കുരിശല്ല. കാൽവറിയിലെ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവാണ് നിങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. കുറ്റവാളികൾ അപ്പുറത്തും ഇപ്പുറത്തും അവർ ചെയ്ത കുറ്റത്തിന് മരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം എന്നേക്കുമായി മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ള മരണമാണ്. നിങ്ങളുടെ പാപത്തെ വിട്ട് മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പാപം ചുമക്കുവാൻ ലോകത്തിൽ വന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. എത്രയോ ആളുകളാണ് പാപഭാരമേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കുറ്റബോധത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആശ്വാസം തേടി അലയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആശ്വാസം തേടി അലയാൻ ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും.